ഈ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയറും ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ നല്ല വീഡിയോസ് ഇനിയും വരും, കൂടുതൽ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരെയും ഇപ്പോൾ ഇത്രയും വാഹനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതാ കണ്ടില്ലേ, ഇത് നെല്ലാറ കേട്ടോ. അപ്പോൾ നെല്ലാറേൻ്റെ ഫുൾ വീഡിയോസ് ആട്ടോ ഇതിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ ഭാഗങ്ങൾ ഇനിയും കാണാനുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം ബാക്കി ഭാഗങ്ങൾ. നിങ്ങൾ ഈ വ്യൂ പോയിന്റ് മാത്രമല്ലേ കണ്ടത്, ഇതിൻ്റെ അല്ല വേറെ 2-3 സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ വെച്ച് കാണാം. ഓക്കെ, ഒരുപാട് ആൾക്കാരൊന്നും വന്നിട്ടുണ്ട്. ഇതാ കുറേ വണ്ടികളും പല സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക, അങ്ങനെ പല സ്ഥലത്തുനിന്നും അധികം വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ ഒരു കടകളുണ്ട്. അവിടെ കുറേ കാണാനുണ്ട്, ആ ഭാഗത്ത് കുറേ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ നടക്കട്ടെ മുന്നോട്ട്. ഇതാട്ടോ എന്തൊരു ബ്യൂട്ടിഫുൾ സ്ഥലം നോക്ക്, നല്ലൊരു വ്യൂ പോയിൻ്റ് ആട്ടോ അത്. ഇവിടെ ആണെങ്കിൽ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാം കേട്ടോ. നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാം. അത് മീൻ വളർത്തുന്ന സ്ഥലം കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ മീൻ കിട്ടും. അങ്ങനെ ഒരുപാട് നടക്കാനിട്ട് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ഇന്ന് ഏകദേശം കുറവാണ്, എന്നാലും ഉണ്ട്, അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ടല്ലേ ഗൈസ്, അവിടെ നല്ല മീൻ കിട്ടും കേട്ടോ. ഫ്രഷ് മീൻ കിട്ടും. അപ്പം പിടിച്ചു കൊടുക്കുന്ന മീനാട്ടോ, നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും. അതല്ലേ ഇവിടെ അല്ലേ മീൻ വളർത്തുന്നത്? അതാണ് സ്ഥലം. നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ മീനൊക്കെ. ഇവിടുന്ന് കേട്ടോ കാരാപ്പുഴയുടെ ഉത്ഭവം. ഇതാ ഇവിടുന്ന് കാണുന്നില്ലേ, അതാണ് ചെമ്പ്രമല കേട്ടോ. തൊട്ടടുത്ത് നോക്ക്, നല്ല മനോഹരമായ മരങ്ങളും കാടുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ തിങ്ങി വിങ്ങി ഉള്ള കാടുകളൊക്കെ ഇതായി കണ്ടില്ലേ. ആ സ്ഥലത്ത് നമ്മൾ പോകുന്നിട്ടാ. അവിടെ നിന്ന് നോക്കിയാൽ കുറച്ചുകൂടി നല്ല ഭംഗിയിൽ കാണാം കേട്ടോ. നമ്മളിനി അപ്പുറത്തെ ഭാഗത്തേക്കാട്ടോ പോകുന്നത്, കാണിച്ചു തരാം. ആ കാണുന്ന മലയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ദാ ഗൈസ്, ആ കുന്ന് കണ്ടില്ലേ, ആ കുന്നിലേക്കാട്ടോ ഇനി നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ നിന്ന് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ നടക്കുക കേട്ടോ. കുറേ ദൂരം സഞ്ചരിക്കണം അവിടെ എത്തണമെങ്കിൽ കേട്ടോ. കുറേ ദൂരം പോകണം. കുറേ ദൂരം പോയാലാണ് അവിടെ എത്തുള്ളൂ. നല്ല വെയിലുണ്ട് അല്ലേ? നല്ല വെയിലാണ്. പക്ഷേ വെയിലൊന്നും യാത്രയ്ക്ക് തടസ്സമല്ല കേട്ടോ. ഞങ്ങളിങ്ങനെ പോകും, ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ എല്ലാവരും. വെയിലായാലും മഴയായാലും പോവന്നെ അല്ലേ? അതെ, നമ്മളങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഞങ്ങളിത് എവിടെ എത്തി കേട്ടോ. ഇപ്പോൾ 3 കിലോമീറ്റർ നടന്നു. ഇനി ഇത് അവിടെ തന്നെ കുറേ നടക്കാണ്ട് കേട്ടോ ഗൈസ് അല്ലേ? അവിടേക്ക് കുറേ എത്ര ദൂരം നടക്കാനല്ലേ? എന്തായാലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം, ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഇവിടെ വരുന്നവരൊക്കെ ഈ ബോർഡൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ, എന്നിട്ട് വേണം അപ്പുറത്തേക്ക് കിടക്കാൻ. ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട്. ഭാവിയിൽ ഇവിടെ ടിക്കറ്റൊക്കെ വരും എന്നാണ് പറയുന്നത് കേട്ടത്. സർക്കാർ ഏറ്റെടുക്കും എന്നാണ് പറയുന്നത് ഈ വ്യൂ പോയിൻ്റ്. എന്തായാലും ഈ വീഡിയോ ലാസ്റ്റത്തെ വീഡിയോയിലായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും വരുമ്പോൾ ടിക്കറ്റൊക്കെ വരും തോന്നുന്നല്ലേ? വരും തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വരാനും പറ്റും തോന്നുന്നില്ല. ഇനി ഫ്രീ ആയിട്ട് വരാൻ പറ്റില്ല. ഇനി വരണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. എന്തായാലും കുറച്ച് മാസത്തിനുള്ളിൽ ഇവിടെ ടിക്കറ്റ് വരും തോന്നുന്നു. സർക്കാർ ഏറ്റെടുക്കും തോന്നുന്നു. എന്തായാലും സർക്കാർ ഏറ്റെടുത്താൽ കൂടുതൽ വിപുലമായിരിക്കും, കൂടുതൽ സംഭവങ്ങളൊക്കെ വരും. ഇവിടെ നിന്ന് സംരക്ഷിക്കപ്പെടും. വേസ്റ്റുകൾ കാര്യങ്ങളൊന്നും ആരും തള്ളൂല. ഇതാ നമ്മൾ ഈ കുന്നാട്ട കയറാൻ പോകുന്നത്. മുന്നിൽ അർഷാദ് കയറിയുണ്ട്. അവിടെ മേലെത്തണം കേട്ടോ. അർഷാദ് മുന്നിൽ പോകുന്നുണ്ട്. അങ്ങ് മേലെത്തണം. ഭയങ്കര വെയിലുണ്ട്. ഈ ഭാഗമൊന്നും നെല്ലാറേൻ്റെ ആരും കാണിച്ചിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഭാഗം കാണിക്കുന്നത് നമ്മളെ ചാനലിലൂടെ. മേലെ കയറിയിട്ട് കാണാം കേട്ടോ. ഇത് നമ്മൾ അവിടെ നിന്ന് കണ്ട വ്യൂ കേട്ടോ, വ്യൂ പോയിൻ്റ്.
പിന്നെ നമ്മൾ മേലെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ കയറിയതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ എവിടുന്ന വന്ന് കാണിച്ചേരാ, ഈ ഭാഗത്തു നിന്നാണ് കേട്ടോ വന്നത്. നോക്കിതാ ഇവിടെ എത്തി. എത്ര ദൂരം വന്നു നമ്മൾ? ഏകദേശം ഒരു 5 കിലോമീറ്റർ വന്നിട്ടുണ്ടാവില്ലടാ. അവിടെ നമ്മൾ നിന്നിരുന്നത് ആ ഭാഗത്ത്. അവിടുന്ന് ഞങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് വരാന്ന്. ഇവിടുന്ന് ആ ഭാഗം കാണിച്ചത്. ഇനി നമ്മളിതാ ഇത് കുറച്ചുകൂടി കയറിയ ഒരു അതിമനോഹരമായ സ്ഥലമുണ്ട് കേട്ടോ. നല്ല വ്യൂ കിട്ടുന്ന സ്ഥലം. ശരിക്കും ഇത് ഇവിടെ കയറണം, നല്ല വ്യൂ കിട്ടുള്ളൂ കേട്ടോ. നല്ല വ്യൂ കാണിച്ചു ഞങ്ങൾക്ക്. അങ്ങനെ കയറി നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വ്യൂ പോയിന്റ് ആരും ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ടൈം ആയിരിക്കും കാണിക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ. അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. ഇതാ ഗൈസ് ആ ബ്യൂട്ടിഫുൾ കാഴ്ചകൾ. നോക്ക് ഗൈസ്, എന്തൊരു ഭംഗിയാ നോക്ക് ഗൈസ്, അടിപൊളി കാഴ്ചകൾ നോക്ക് ഗൈസ്. കുറേ പർവ്വതങ്ങളുണ്ട് കേട്ടോ. ഒരു ഗ്രാമവാസി നടന്നു വരുന്നു. അയ്യോ ഇതൊക്കെ ഗൈസ്, ഇതൊക്കെ ഈ വ്യൂ ഒന്നും ഈ ഭാഗമൊന്നും ആരും കാണിച്ചിട്ടില്ല കേട്ടോ. ഒരു വീഡിയോയിലും നെല്ലാറേൻ്റെ ഈ ഭാഗങ്ങൾ കാണിച്ചിട്ടില്ല. എന്തൊരു ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നോക്ക് ഗൈസ്. ഇതൊക്കെ ഒരു പർവ്വതം. അവിടെ നിറയെ വീടുകളുണ്ട് കേട്ടോ. വീടുകളും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ശാന്തമായൊരു സ്ഥലം. ഒരു ആൾ പോലും ഇല്ല ഈ ഭാഗത്ത്. സുഖമായിട്ട് എത്ര നേരം വേണമെങ്കിൽ ഇവിടെ ഇരിക്കുക കേട്ടോ. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. വെയിലും ഉണ്ട്, കാറ്റും ഉണ്ട്. നമ്മൾ മുന്നോട്ട് പോകട്ടോ. മുന്നോട്ട് പോയാൽ കുറച്ചുകൂടി നല്ല വ്യൂ കാണിച്ചു തരാം. കുറച്ചുകൂടി അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ കാരാപ്പുഴ കെട്ടില്ല, ആ ഡാം തുടങ്ങുന്ന സ്ഥലം കാണിച്ചു തരാം കേട്ടോ. കെട്ടും കാര്യങ്ങളൊക്കെ കുറേ നടക്കാനുണ്ട്. ഞങ്ങളിങ്ങനെ പോവാണ്. ഇവിടുത്തെ ഈ നെല്ലാറത്തെ കർഷകർക്ക് മെയിനായിട്ടുള്ള പരിപാടി കന്നുകാലികളെ വളർത്തലാണ് കേട്ടോ. ഒരുപാട് കന്നുകാലികളുണ്ട്. ഇതാ ഈ ഒരു സ്ഥലത്ത് ഇവർക്ക് മേയാൻ വിട്ടാൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു മൃഗങ്ങളും വരില്ല കേട്ടോ. എത്ര നേരം വേണമെങ്കിൽ ഇവിടെ കെട്ടിടാം. ആവശ്യത്തിന് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരെ മെയിൻ ഉപജീവന മാർഗം കന്നുകാലി വളർത്തലാണ്. നല്ല ഭംഗിയുള്ളൊരു പശു പുല്ല് തിന്നെയാണ്. ഇപ്പം ഏകദേശം 3-4 കിലോമീറ്റർ വന്നു കേട്ടോ. 3-4 പോരല്ലേ, 7-8 കിലോമീറ്റർ വന്നിട്ടുണ്ടാവില്ലടാ. 8 കിലോമീറ്റർ. ഭയങ്കര ചൂട് കണ്ടില്ലേ, വേർത്തൊലിക്കുന്നുണ്ട്. ചൂടായിട്ടാട്ടോ. ഇത് ഇങ്ങനെ പോയിണ്ടെങ്കിൽ അങ്ങോട്ടെത്താം. നമ്മളെ കെട്ടിരിക്കുന്ന ഭാഗത്തേക്കാട്ടോ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഇങ്ങനെന്താ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നു. ഇതാ മേലെ നിന്ന് ഇങ്ങനെ വന്ന് ഇതാ ഇങ്ങനെ പോവാ ഇങ്ങോട്ട്. അതൊക്കെ അമ്പുത്തിമല. തൊട്ടടുത്ത് കുറേ മലകളുണ്ട് കേട്ടോ. ആ കാണുന്നതല്ല അമ്പുത്തിമല. അത് നമ്മുടെ അമ്പുത്തിമല. അതാ ആ കാണുന്നുണ്ടോ, ആ ചെറുത് ആ ഭാഗം കേട്ടോ. ഇത് അമ്പുത്തിമല. ഓക്കെ, നല്ല ചൂടല്ലേ ഇന്ന്. ഹെവി ചൂടാണ്. ഹെവി ചൂടാണ് വയസ്സ്. ഇത്രയും ദൂരം ഞങ്ങൾ വന്നു. അത് നിങ്ങൾ ഈ വീഡിയോയിൽ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേട്ടോ. നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം. ഇതൊക്കെ ഗൈസ്, 2 കുഞ്ഞി കിടാക്കൾ. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ പേടിച്ചിട്ടോ. ചെറുതുങ്ങളാ. അതാ അപ്പുറത്തൊന്നും ഉണ്ട്, വേറെ ഒരാളും കൂടി ഉണ്ട്. ഇതാ കണ്ടില്ലേ, അവിടെ കുറച്ച് കിടാങ്ങൾ. ആ ഭാഗത്തു നിന്നാട്ടോ ഞങ്ങൾ വന്നത്. ഇതൊക്കെ ഇവിടെ എത്തി. ആയിക്കോട്ടെ വന്ന് ഞങ്ങൾ ഇവിടെ എത്തി. ഇനിയുള്ള ഈ വീഡിയോ കാണുന്നവർ ഈ ഭാഗത്തേക്കൊക്കെ വരണമെന്ന് ചിന്തിക്കും. പക്ഷേ ഇനി ഈ ഭാഗത്തേക്ക് വരാൻ കഴിയില്ല കേട്ടോ. ഇനി ഇവിടെ ടിക്കറ്റൊക്കെ ഏർപ്പെടുത്താമെന്ന് പറയുന്ന കേട്ടു. എന്തായാലും ഇനി ഏകദേശം അതാക്കുന്നവരെ എല്ലാവർക്കും പ്രവേശനമുള്ളൂ. ഈ ഭാഗത്തേക്കൊന്നും കയറ്റി വിടൂല. ഇത് ഇവിടെയുള്ള നാട്ടുകാർക്ക് മാത്രം പോകാൻ കഴിയുള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ വഴി ഇതാട്ടോ,
ഇത് കൂടെ എവിടെ എത്തുമെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കട്ടെ. കാടല്ലേ, ഭയങ്കര കാടാണ്. രണ്ട് ഭാഗത്തും ചെറിയ കുറ്റിക്കാടുകളുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും നടുക്കൂടെ ചെറിയ വഴിയുണ്ട്. എന്തായാലും അപ്പുറത്ത് പോയി വെക്കാം, നമുക്ക് എത്തുമോ അറിയില്ല. നമ്മൾ ലക്ഷ്യം അങ്ങോട്ടാണ്. ആ ഭാഗം കൂടി നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാട്ടോ. ഓ ഭയങ്കര കാടാണല്ലോ അല്ലേ? പെരും കാടാണ്. ഞാൻ ഇടയ്ക്ക് താഴോട്ട് നോക്കുന്നത് പാമ്പ് പൊത്തുണ്ടോന്ന് കേട്ടോ. അതാണ് വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത്, താഴോട്ട് നോക്കുന്നത്. ഗൈസ് നോക്കി, ഇതൊരു കാടാട്ടോ. കാടിൻ്റെ നടുവിലൂടെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പുറത്തും കാടാ. അങ്ങോട്ട് എത്താൻ കഴിയും തോന്നില്ല, കാരണം ഇവിടെ വരെ വഴിയുള്ളൂ. അവിടെ ഒരു വീട് കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ലാത്ത ഏരിയയാണ്. അവിടെ വീടുണ്ട്, പക്ഷേ അത് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ചുറ്റും കാട്, അതൊരു ഭീകരമായ കാട്. ഇനി അങ്ങോട്ട് കിടക്കണമെന്നറിയില്ല, ഭയങ്കര കാട്. പോയി നോക്കി വെക്കാം, വഴികളുണ്ട്. ചാടി പോവാൻ തോന്നുന്നു. ഇപ്പുറത്തൊരു വഴിയുണ്ട്, വഴി കൂടെ പോയി നോക്കി വെക്കാം. താഴോട്ട് ഇറങ്ങി അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ ഗൈസ്, ഇതൊക്കെ ഇവിടെ ഒരു കിണറുണ്ട്. കുടിവെള്ളം കിട്ടി ഗൈസ്. കുടിവെള്ളം കിട്ടി ഗൈസ്. ഇപ്പം വെള്ളം കുടിക്കുക കേട്ടോ. നല്ല ഫ്രഷ് വെള്ളമല്ലടാ, നല്ല ഫ്രഷ് വെള്ളമല്ല അത്, നല്ല ഫ്രഷ് വാട്ടർ കേട്ടോ അത്. അവൻ കുടിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. നാച്ചുറൽ വാട്ടർ കേട്ടോ അത്, നാച്ചുറൽ വെള്ളം. നാച്ചുറൽ വാട്ടർ കേട്ടോ ഇതൊക്കെ. ഇവിടെ ഇങ്ങനെ ഒരു ഉറവ, അവിടെ ഒരു കിണർ. ഇതൊക്കെ ഇവിടുത്തെ ഗ്രാമവാസികൾ അവർ വെള്ളം ഇറക്കുന്ന കിണറാട്ടോ ഇതൊക്കെ. ആ ഇതൊക്കെ ആ മൂലയിൽ പൊത്തിലൊരാൾ നമ്മളെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. തവള. ഇതങ്ങനെ ആർക്കും ചിത്രീകരിക്കാൻ കഴിയാത്ത ഭാഗം കേട്ടോ ഇതൊക്കെ. അപ്പുറത്തുനിന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ള നല്ല മനോഹരമായ കാഴ്ച കേട്ടോ. ആമ്പലപ്പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ആമ്പലൊക്കെ നിറയെ ആമ്പലുകളുണ്ട് കേട്ടോ. അതൊക്കെ എത്ര ഭംഗിയുള്ള സ്ഥലം നോക്ക്. നല്ല പീസ്ഫുൾ അന്തരീക്ഷം കേട്ടോ ഇത്, സമാധാനമായ അന്തരീക്ഷം. ആരൊരു ശല്യമല്ല. എത്ര നേരം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാം. നോക്ക് ഗൈസ്, ഈ ഭാഗത്ത് മുതലൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ആരും ഇവിടെ വരെ ഒന്നും ഇറങ്ങരുത് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ പരിചയമുള്ള ഏരിയയും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വരെ ഇറങ്ങിയത്. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വരെ വരാൻ കഴിയില്ല, കാരണം നിങ്ങൾക്ക് അവിടെ വരെ ഉള്ളൂ അനുവദിച്ചിട്ടുള്ളൂ. അങ്ങനെ ഈ ഏരിയ കണ്ടു കേട്ടോ. ഇനി ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് കേട്ടോ പോകുന്നത്. ഞങ്ങൾ ഈ വഴിക്കൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. ചുറ്റിനും കാടാട്ടോ, വേറെ ആരുമില്ല. കാടിന് നടുവിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട്, നിങ്ങൾ യാത്ര വീണ്ടും മുന്നോട്ട്. മുന്നിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാട്ടോ ഈ സ്ഥലത്ത് എത്തുന്നത്. നമുക്ക് ഈ വഴി പോയി നോക്കാം. ഈ വഴി പോലെ ഓക്കെ. നമ്മളിതാ
ആ വീടൊക്കെ കണ്ടില്ലേ, ആ ഭാഗത്തു നിന്നാട്ടോ വന്നത്. ഇപ്പോൾ നമ്മൾ എത്രയോ ദൂരത്തെത്തി. ഇതാ ഞങ്ങളിതാ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടോ. ആ ഭാഗത്തു നിന്ന് എത്തിയത് ഇപ്പോൾ ഈ ഭാഗത്ത് എത്തി. ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ഇങ്ങനെ പോവുകയാണ്, പുതിയ കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ്. മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്, പുതിയ കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ്. അല്ല ഗൈസ്, അങ്ങ് ദൂരെ കണ്ടില്ലേ, അതാ ആ മല, അപ്പുറം മലയുണ്ട്. ഇതാ അവിടെ റിസോർട്ടുകളുണ്ട്. അതേപോലെ നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ വന്നത്, ആ ഏരിയ നിന്നാണ് വന്നത്. ഇങ്ങനെ കറങ്ങി കറങ്ങി ഞങ്ങൾ അപ്പുറത്തൊരു സ്പോട്ടുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി ഭാഗം കാണിച്ചു തരാം. നെല്ലാറ നിങ്ങൾ കണ്ട വ്യൂ പോയിൻ്റ് മാത്രമല്ല കേട്ടോ, അതിമനോഹരമായ വേറെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ മുട്ടക്കുന്നിൽ നടുക്ക് മാത്രം ഒരു മരം നോക്ക്, എന്തൊരു ഭംഗിയാണ് നോക്ക്. നമുക്കൊന്ന് അടുത്തേക്ക് പോയി നോക്കാം. അതിൻ്റെ ഈ മരത്തിൻ്റെ പേര് അറിയുന്നവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്തൊരു ബ്യൂട്ടിഫുൾ മരം നോക്ക്, എന്തൊരു കായ ഉണ്ട് അല്ലേ, അതിൽ ഒരു കായ ഉണ്ട് ഗൈസ്. നല്ല ചൂടുള്ള സമയം കേട്ടോ ഇപ്പോൾ. പക്ഷേ ഈ മരത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ്. ഞാൻ അതിന് മേലെ ഒന്ന് കയറി നോക്കട്ടെ കേട്ടോ. ഓക്കെ, കുളിർമുണ്ടാകുമോ മോനെ? കയറി നോക്കാം അല്ലേ? കയറിക്കാം. എന്തൊരു കൂളിങ്ങാ ഗൈസ്, നോക്ക്. ഞാനിപ്പോൾ ഈ മരത്തിൻ്റെ മുകളിലാട്ടോ. ഇവിടെ എന്തൊരു കൂളിങ്ങാ. എടാ നീ കയറ്. ഹായ്, വരണോ? ആ കയറി. നല്ല ചൂടുണ്ട്, പക്ഷേ ഈ മരത്തിൻ്റെ മേലെ കയറുമ്പോൾ നല്ല സുഖമല്ലേ, ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റുണ്ട്. കാറ്റുണ്ട്. നോക്ക് ഗൈസ്, ഇത് രസം, എന്ത് അടിപൊളിയല്ലേ, എന്തൊരു അടിപൊളിയാണ്. നല്ല തണുത്ത കാറ്റ്. ഇവിടെ ഇരുന്നിട്ട് മതിയാകുന്നില്ല കേട്ടോ, കുറേ നേരം ഇവിടെ ഇരിക്കാൻ തോന്നുന്നു കേട്ടോ. നമ്മൾ അത്രയും നടന്നില്ലേ, അത്ര നടന്നത് കൊണ്ട് ഭയങ്കര ഒരു കിതപ്പ്. അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവിടെ ഇരുന്നൂല്ലേ. പക്ഷേ ഇരുന്നിട്ട് പോവാ എന്തായാലും. കുറച്ച് നേരം എന്തായാലും ഇവിടെ ഇരിക്കാം. ഭയങ്കര കിതപ്പ്, ഇത്രയും ദൂരം നമ്മൾ നടന്നു വന്നു ഗൈസ്. ഈ കാഴ്ചകളൊന്നും ആരും കാണിച്ചിട്ടില്ല കേട്ടോ. ആരെക്കൊണ്ട് കാണിക്കാനും പറ്റൂല, കാരണം ഇത്ര ദൂരം നടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു മടുപ്പായിരിക്കും അല്ലേ. ഇത്ര ദൂരം നടന്നു വരുന്നവർക്ക് തന്നെ ഭയങ്കര മടുപ്പായിരിക്കും. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഇങ്ങനെ നടക്കാൻ തോന്നി. പിന്നെ മുന്നോട്ട് വന്നപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു കേട്ടോ, ഭംഗിയുള്ളത്. ഇനിയുണ്ട്, ഈ വീഡിയോ മൊത്തം കാണണം നിങ്ങൾ, അവസാനം വരെ നല്ല സ്ഥലങ്ങൾ, ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങൾ നെല്ലാറയിൽ നിന്ന് നടന്നപ്പോൾ ദാ കാരാപ്പുഴ ഡാം എത്തിട്ടോ. ഈ കാണുന്നതാണ് കാരാപ്പുഴ ഡാം. ദാ ആ കെട്ട് കണ്ടില്ലേ, അവിടെ നിന്നാട്ടാ കാരാപ്പുഴ തുടങ്ങുന്നത്. ഇതാണ് ഡാം, കാരാപ്പുഴ ഡാം. ഇതാ ഡാമിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ഒരു ഗർത്തം, ഭയങ്കര കുഴി കേട്ടോ. നല്ല ഒരു കൊക്ക പോലെയുള്ള കുഴി കേട്ടോ. ഇതൊക്കെ അടിക്ക് ഇങ്ങനെ വലിയ കുഴി കേട്ടോ. നമ്മുടെ ഇവിടുന്ന് വീണ ആ താഴെ വെള്ളത്തിൽ കിടക്കും. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി കുറച്ചുകൂടി മുന്നോട്ട്, ഇതിലും മനോഹരമായ കാഴ്ചകളുണ്ട് കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ആ കാണുന്നില്ല, ആ കുന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു മനോഹരമായ കാഴ്ചയുണ്ട് കേട്ടോ. നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലേ, ആ ഭാഗത്തേക്ക് ഞങ്ങൾ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം കേട്ടോ. അതാ കുറച്ചും കൂടി നടന്നത് അവിടെ എത്തി. ആ ഭാഗത്ത് അവിടെ എത്തിയാൽ നമുക്ക് ഒരു അടിപൊളി കാഴ്ചയാണ്. ഇതിൽ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടതൊക്കെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഇനിയും അതിശയകരമായ കാഴ്ചകൾ കാണാം കേട്ടോ. ഓക്കെ, ഒരു വ്യത്യസ്തമായ ചെടികൾ നോക്ക്. ഒരിക്കലും നട്ടുപിടിപ്പിച്ചല്ല കേട്ടോ, ഇത് നാച്ചുറൽ സാധനം കേട്ടോ. ഇത് പ്രകൃതിയിലുണ്ടായ സാധനം കേട്ടോ. അത് ആരും നട്ടുപിടിപ്പിച്ചതല്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകട്ടോ. അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കാം കേട്ടോ. നമ്മൾ ഇതാ നേരത്തെ കണ്ടില്ലേ,
ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ കണ്ട ഭാഗത്തെത്തി. ഗൈസ്, വ്യത്യസ്തമായ കുന്നുകൾ. ഇവിടെ കുന്നൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഈ മണ്ണ് ചെമ്മണ്ണാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ ഇടിഞ്ഞിട്ടുണ്ട്. മനോഹരമായ കുന്നുകളാണ്. ഈ ഭാഗത്തൊക്കെ ഇടിഞ്ഞു പോയി. നോക്ക് ഗൈസ്, എന്ത് മനോഹരമായ കാഴ്ചകളാണ്. നോക്ക് ഗൈസ്, നോക്ക് ഇപ്പുറത്തെ പർവ്വതം നോക്ക്. ഗൈസ്, ഇതൊക്കെ കാരപ്പുഴ നെല്ലാറ ആ ഭാഗങ്ങളാട്ടോ. ഇവിടെ ഒന്നും ആരും വന്നിട്ടില്ല. എന്തൊരു ഭംഗിയാ നോക്ക് ഗൈസ്. ഒരു വ്യത്യസ്തപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ എത്തി. ഇതാണ് ഗൈസ് അങ്ങനെ അടുത്ത സുന്ദരമായ സ്ഥലം. നോക്ക്, ഇതൊന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. കാണാൻ എന്ത് ഭംഗിയാണ്. ഇതാ കണ്ടില്ലേ ഗൈസ്, ഈ കണ്ടതാട്ടോ കാരാപ്പുഴ ഡാം. നോക്ക്, ഇവിടുന്ന് കാണുമ്പോൾ എന്തൊരു ഭംഗിയാന്ന് നോക്ക്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ടൂറിസ്റ്റുകളൊക്കെ ഇതാ, നിരവധി ആൾക്കാരൊക്കെ ഉണ്ട് അതിലെ ഇങ്ങനെ പോകുന്നു. സിപ്പ് ലൈൻ നോക്ക്, ഇതാ കാരാപ്പുഴയിലെ സിപ്പ് ലൈൻ ആട്ടോ അത്. ഇതാ 2 ആൾക്കാർ ഇതാ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊക്കെ വരിക, ഇതാ കാരാപ്പുഴയും വരിക. ഞങ്ങളിത് ഇവിടുന്ന് ഇത് കാണിക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഇവിടുന്ന് ഞങ്ങളിത് കാണുമ്പോൾ നല്ലൊരു രസമുണ്ട്. ശരിക്കും അവിടുന്ന് കാണാനായിട്ട് കൂടുതൽ ഭംഗി ഇതാ ഇവിടുന്ന് വരുമ്പോൾ നല്ലൊരു രസമുണ്ടല്ലേ കാഴ്ചകൾ കാണാൻ. അടിപൊളി, ഒരു ഭംഗിയുള്ള സ്ഥലമാണ് ഗൈസ്. ഇതൊക്കെ ഫ്രണ്ട്സ് എന്തൊരു ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇവിടുന്നുള്ള വ്യൂ അല്ലേ നിങ്ങൾ ജീവിതത്തിൽ മറക്കില്ല കേട്ടോ. നോക്ക് എന്തൊരു വ്യൂ നോക്ക്, എന്തൊരു ഭംഗിയുള്ള കാഴ്ചകളാണ് നോക്ക്. പർവ്വതങ്ങളും കുറേ മരങ്ങളും, വേറൊരു ശബ്ദവുമില്ല. അങ്ങനെ കാരാപ്പുഴ ഡാമാട്ടത്. നമ്മൾ ഈ ഡാമിൻ്റെ മുകളിലൂടെ നടന്നുകൊണ്ട് കേട്ടോ. അടിയിലേക്ക് പോയാൽ വെള്ളത്തിലാട്ടോ. നീന്തൽ അറിഞ്ഞില്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിച്ചാവും. എത്ര അടി ആഴുണ്ടെന്ന് അറിയില്ല. ഗൈസ് തൂക്ക്, ഒരു കഴുകൻ. ഞങ്ങൾ എത്ര മുകളിലാണ് നോക്കിയൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ ഏകദേശം 100-300 അടി ഉയരത്തിലാട്ടോ. താഴെ വീണാൽ പിന്നെ ജീവൻ കിട്ടൂല. നീന്തൽ അറിഞ്ഞില്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. ഇതൊക്കെ ഒന്ന് തെന്നിയ താഴെ എത്തോട്ടോ. ഗൈസ് കാലൊക്കെ വിറയ്ക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ നിന്നാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. കാല് വറക്കുന്നുണ്ട്, ഒന്ന് തെന്നിയ താഴെ എത്തും. പക്ഷെ നോക്ക് എന്തൊരു വ്യൂ നോക്ക്. ചരലല്ലേ? ആ ചരല വ്യൂ നോക്ക് ഗൈസ്. നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിൽ ശരി വയനാട്ടിൽ വരണം. ഇതാ ഗൈസ് ഞങ്ങളിനി അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ. പവർ ഏരിയ. കൊടുങ്കാട് ഗൈസ്. ഇത് കരപ്പുഴൻ്റെ അടുത്തുള്ള കാടുകളാട്ടോ അതൊക്കെ. ഇതാ ഗൈസ് ഇതിൻ്റെ വ്യൂ നോക്ക് ഗൈസ്. ഇവിടെ ഇങ്ങനെ ഇടിഞ്ഞ് വരുന്നുണ്ട് അല്ലേ? ഇതോക്ക് വ്യൂ. ഇപ്പൊ തന്നെ അവൻ അവിടെ താഴെ കിടന്നിരുന്നു ഗൈസ്. ഇനി അങ്ങോട്ട് പോകുന്നില്ല. അതൊക്കെ
ഓക്കെ ഗൈസ്, അങ്ങനെ നടന്ന് അവിടെ വന്നാൽ പോലും നമ്മൾ കാരാപ്പുഴ മുഴുവൻ കണ്ട് തീർത്തിട്ടുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാരാപ്പുഴ മുഴുവൻ കണ്ടു കേട്ടോ ഈ വീഡിയോയിലൂടെ. നിങ്ങൾ കണ്ടില്ലേ? ഏരിയ നോക്കി. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ജീവിതത്തിൽ ഈ കാരാപ്പുഴ മൊത്തം കാണുന്നത്. നമ്മൾ എൻഡ് വരെ കണ്ടു. ഇതാ അവിടുന്ന് തുടങ്ങിയതാ, നെല്ലാറയിൽ നിന്ന് തുടങ്ങിയതാ, ഇവിടെ വരെ കണ്ടു കേട്ടോ. ഈ ഭാഗങ്ങളില്ലേ, ഇതാരും ഇതുവരെ കണ്ടിട്ടുണ്ടല്ലോ കേട്ടോ. എൻ്റെ വീഡിയോയിലൂടെ ആയിരിക്കും ഫസ്റ്റ് ടൈം ആൾക്കാർ ഇത് കാണാൻ പോകുന്നത്. നോക്ക്, നടുക്കൊരു ദ്വീപ് പോലൊരു സ്ഥലം. നോക്ക്, ഇപ്പറൊക്കെ വെള്ളം, നടുക്കൊരു ദ്വീപ് പോലെ മാത്രം സ്ഥലം. നോക്ക്, ഈ നടുക്ക് മരമല്ല കേട്ടോ, ഒരു പുറ്റാട്ടോ. ഈ പുറ്റിൽ നിന്നാട്ടെ ഈ മരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ വയനാട്ടിലെ വെട്ടുകല്ല് മണ്ണില്ലേ, അത് ഈ നെല്ലാർ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ വെട്ടുകല്ല് വെട്ടിയെടുക്കുന്ന മണ്ണാട്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ തിരിച്ചു പോട്ടോ. നമ്മളെ ആ വ്യൂ പോയിൻ്റ് ആയിക്കോട്ടെ റോഡ് പോകുന്നില്ല, ആ റോഡാട്ടോ ഇത്. ഇവിടെ കേട്ടോ അവസാനം എൻഡ് റോഡ്. ആ റോഡ് ഇത് കേട്ടോ നമ്മളെ ഡാം. ഞങ്ങൾ ഈ എൻഡിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്. എന്തൊരു ഭംഗിയുള്ള കാഴ്ച നോക്ക്, ചുറ്റിനും ഫുൾ മരങ്ങൾ, അപ്പുറത്തെ കുന്നുകൾ നോക്കി നോക്ക്. ഇവിടെയും ചെറിയ ആൾക്കാർ ചൂണ്ടലിടുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് കിട്ടിയ മീനാട്ടോ കരിമീൻ. കരിമീനല്ലാതെ വേറെ എന്തൊക്കെയുണ്ട് ഈ മീൻ ഇവിടെ? പിലോപ്പി, വാളയൊക്കെ ഉണ്ടല്ലേ. ആ കെട്ടിൽ അവർ വാളയൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ. നാളെ വന്നപ്പോൾ വാള, പിലോപ്പി. മഴക്കാലത്ത് അധികം മീൻ കിട്ടുക ഈ സമയത്താണോ? ആ, ഈ സമയത്തും കിട്ടും. മഴക്കാലത്ത് കൂടുതൽ കിട്ടൂലേ, മീനൊക്കെ കയറും. കരിമീനാണ് കേട്ടോ, ഇത് വലിയ കരിമീനാണ്. ഇതിൽ നിന്ന് പിടിച്ച കരിമീനാട്ടോ. കരിമീനാണ് ഗൈസ്, വലിയ കരിമീൻ. എന്ത് രസമല്ലേ കാണാൻ. ഇതിന് നല്ല മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്പി വെച്ച് പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടുന്ന് കിട്ടുന്ന മീനുകൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. ഫ്രഷ് മീനാണ് ഗൈസ്, നല്ല അടിപൊളി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകണം ഗൈസ്. ഇവനൊരു നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല ബ്രാല്. അത് അത്യാവശ്യം വലുതാട്ടോ, വലിയ ബ്രാലാണ്. ഈ ജീപ്പ് എങ്ങനെ കയറിയെന്ന് അറിയില്ല. സഞ്ചാരികളുടെ വാഹനങ്ങളൊന്നും അലോഡ് അല്ല കേട്ടോ. ഇതിലൂടെ നടന്നു വരുമ്പോൾ അതാ ഇവിടെ കുറേ കോളനി ഉണ്ട് കേട്ടോ. ഇതൊക്കെ കോളനി വീടുകളാണ്. നെല്ലാറ ഇവിടുത്തെ ഏരിയത്തെ കോളനി ഉണ്ട്. ഇവർ മാത്രമാണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത്. ഈ വഴി വാഹനങ്ങൾക്ക് പ്രവേശനമില്ല കേട്ടോ. ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമാണ് ഈ വഴി വരാൻ കഴിയുള്ളൂ, അലോഡുള്ളൂ. വലിയ വണ്ടികൾക്കൊന്നും അനുവാദമില്ല. വേറെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികൾക്കൊന്നും അനുവാദമല്ല. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമാട്ടോ ഈ വഴി വരാൻ അനുവാദമുള്ളൂ. വേറെ ആൾക്ക് അലോഡില്ല. നേരത്തെ വെറുതെ ഒരു വണ്ടി വന്നിരുന്നു, അയാൾക്ക് കാര്യം അറിയില്ല. ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. മഞ്ഞൾ കൃഷിയാണ് ഞങ്ങൾ പുറത്തുനിന്ന് എടുക്കുന്നത്. ഇതാ ഗൈസ്, ഇതൊക്കെ
മഞ്ഞൾ കൃഷി, അത് വെറ്റില കൃഷി കേട്ടോ. അതാ മഴക്കാലത്ത് ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. മണ്ണിട്ട റോഡായത് കൊണ്ട് ഫുള്ള് ചളിയായിരിക്കും. ഇതിലൂടെയൊന്നും ഒരു വാഹനങ്ങളും വരില്ല കേട്ടോ മഴ സമയത്ത്. ഈ കോളനിയിൽ ജീവിക്കുന്നവർക്ക് ഭയങ്കര ദുസ്സഹമാട്ടോ ഈ വഴികളൊക്കെ മഴക്കാലത്ത്. ഇവിടെയൊക്കെ കോളനിക്കാരെ വീടുകൾ കേട്ടോ. പിന്നെ ഇതാ ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഇവിടെ കളിക്കുമ്പോൾ നല്ല മനോഹരമായ അനുഭവം കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ഒരു 10-12 കിലോമീറ്റർ നടന്നു കേട്ടോ. അപ്പുറത്തെ വഴി പോയിട്ട് ചുറ്റി ഇങ്ങനെ ഈ വഴി വന്നു കേട്ടോ. ഇനിതാ നമ്മളിതാ ആദ്യം വന്ന സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. ഇവിടുന്ന് അവിടെ എത്തണം, അതിൻ്റെ മേലെ എത്തണം. അവിടെ നമ്മളെ വണ്ടികൾ ഉള്ളത്. ഓക്കെ, ഈ കോളനിക്കാർക്ക് കുടിവെള്ളത്തിലുള്ള പൈപ്പാട്ടോ. നമ്മൾ ഈ പുഴയിൽ നിന്ന് തന്നെ എടുക്കുന്നതാ. അവിടെ ഒരാൾ മോട്ടർ അടിക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടു ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടാറ്റാ.